ഒരു ഗസ് അടിച്ച് ഒരു ലാമ്പ് സ്വന്തമാക്കിയാലോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. ഈ ലാമ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യണേന്നൊന്ന് നോക്കിയാലോ? അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. കാരണം ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 3 മിസ്റ്റേക്സ് ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു തരാം. അത് ഞാൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ഒരു ചെറിയ ടപ്പയാണ്. ടപ്പ ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തതാണ്. എൻ്റെ അമ്മ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ ഇടാൻ ഞാനുണ്ടാവും. ഇല്ലെങ്കിൽ ഈ വീഡിയോ അവസാന വീഡിയോ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ ചുറ്റിയില്ലേ, അങ്ങനെ പേപ്പർ ഒരിക്കലും ചുറ്റരുത്. അങ്ങനെ പേപ്പർ ചുറ്റിക്കഴിഞ്ഞാൽ ലൈറ്റ് പുറത്തേക്ക് വരാനുള്ള ഔട്ട്കം നല്ല രീതിക്ക് കുറയും. അപ്പോൾ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് പേനയാണ് ആദ്യം യൂസ് ചെയ്തത്. പേനയൊന്നും യൂസ് ചെയ്യരുത്. തിന്നായിട്ടുള്ള ഒബ്ജക്റ്റ് എന്തെങ്കിലും വേണം. അതായത് ഈർക്കിലോ എന്ത് വേണമെങ്കിലും ആവാം. ഞാനിവിടെ എടുത്തത് ക്ലേ ടൂളാണ് എടുത്തേക്കുന്നത്. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുന്ന പീസ് പേപ്പേഴ്സ് അത് ഭയങ്കര ചെറുതായിരിക്കണം. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ താഴത്തോട്ട് തൂങ്ങിക്കിടക്കും. ഈ 3 മിസ്റ്റേക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ലാമ്പിൻ്റെ കാര്യം, ഇതിൽ എത്ര പീസ് പേപ്പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു ഹിൻഡ് തരാം. അപ്പോൾ സെലക്ട് ചെയ്യുന്ന ആൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹിൻഡ് ഇതാണ്, 210നും 235നും ഇടയിലുള്ള പീസ് പേപ്പേഴ്സാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യുന്ന നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഒരാൾക്ക് 6 തവണ ഗസ് ചെയ്യാം. അതായത് ഒരാൾക്ക് തന്നെ 6 നമ്പേഴ്സ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ശരി ഉത്തരം പറയുന്ന ആൾക്ക് സെലക്ട് ചെയ്തായിരിക്കും നമ്മൾ ലാമ്പ് കൊടുക്കുക. അപ്പോൾ അത്രയുള്ളൂ.